സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അതും കംപ്ലീറ്റ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ആകെ കുറേ കോണ്ടന്റ് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെയൊന്നും അറിയില്ല. ഇത് അടിപൊളിയാണെന്നാണ് കേട്ടത്. ചേച്ചി പറഞ്ഞു യു മസ്റ്റ് റീഡ് ദിസ് ബുക്ക് എന്നാണ് ചേച്ചി പറഞ്ഞത്. സോ 2026 ആയില്ലേ, എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഞാൻ കുറേ തീരുമാനം എടുത്തു. ഈ സാധനം ഓർമ്മയുണ്ടോ? എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഇതാണ് എൻ്റെ ജേണൽ. ഇതിലെനിക്ക് ഞാൻ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വിഷൻ ബോർഡിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ബുക്ക് റീഡിങ്. എനിക്ക് ഒട്ടുമില്ലാത്ത സാധനമാണ് ഒരു ബുക്ക് നല്ലോണം വായിക്കുക എന്നുള്ളത്. ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കിൻ്റെ പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അതും കംപ്ലീറ്റ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ആകെ പകുതിയല്ല കാൽഭാഗം വായിച്ചത് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മടി കാരണം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. സോ 2026 ഞാൻ പൂർണ്ണമായും ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു ബുക്ക്, ഒറ്റൊരു ബുക്ക്, അത് കംപ്ലീറ്റ് എനിക്ക് വായിക്കണം. ബാക്കി എത്ര ബുക്ക് വായിക്കുന്ന വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഒരു ബുക്ക് അതെനിക്ക് കംപ്ലീറ്റ് വായിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ബുക്കിൻ്റെ പേര് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കാണ്. അടിപൊളിയാണെന്നാണ് കേട്ടത്. വായിച്ചു നോക്കാം. എന്തായാലും ഒറ്റയടിക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല, മെല്ലെ മെല്ലെ വായിക്കാം. തീരെ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റൊരു ദിവസം ഒരു ബുക്ക് കംപ്ലീറ്റ് വായിക്കുക നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഓരോ ദിവസം ഓരോരോ ബുക്ക് വീതം ഞാൻ വായിക്കും. വായിക്കണമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒന്നും അറിയില്ല. കുറേ കോണ്ടന്റ് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെയൊന്നും അറിയില്ല. ഇത് അടിപൊളിയാണെന്നാണ് കേട്ടത്. ചേച്ചി പറഞ്ഞു യു മസ്റ്റ് റീഡ് ദിസ് ബുക്ക് എന്നാണ് ചേച്ചി പറഞ്ഞത്. സോ ദാറ്റ്സ് വൈ ഞാൻ ഈ ബുക്ക് എടുത്തു. ഒട്ടും വായനാശീലം ഇല്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. ഒരു ബുക്ക് എടുത്ത് ഒരു ബുക്ക് കൊണ്ടുവന്നാൽ തന്നെ ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല. ഞാൻ കുറേ ബുക്ക്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അങ്ങനെ കുറേ ബുക്ക് ഞാൻ വാങ്ങി കംപ്ലീറ്റ് വായിക്കില്ല. പകുതി വായിക്കും, പിന്നെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ മടിയാവും, വേണ്ട പിന്നെ വായിക്കണ്ട അത് പറഞ്ഞൊരു മടിയാവും. സോ ദിസ് 2026 ഞാൻ എൻ്റെ വിഷൻ ബോർഡിലെ ഒന്നാമത്തെ കാര്യമാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ബാക്കി വഴിയെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ വഴിയുള്ള വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നാമത് മനസ്സിലായല്ലോ, ബുക്ക് വായിക്കുക. അതുകൊണ്ട് ബുക്ക് വായന ശീലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളും തുടങ്ങിക്കോ. കാരണം ബുക്ക് വായിക്കുന്നതിലൂടെ എന്താ പറയുക, നല്ലൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ബുക്ക് വായന എന്ന് പറയുമ്പോൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വായിക്കുന്നുണ്ട്. ഈ വായനാശീലം എത്രത്തോളം, എസ്പെഷ്യലി ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ വായനാശീലം എത്രത്തോളം എൻ്റെ ടീച്ചിങ് പ്രൊഫഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് പല സമയങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ കുറേ ശ്രമിച്ച്, പക്ഷെ അതിലൊക്കെ ഞാൻ പരാജയപ്പെട്ടതാണ്. സോ ഈ കൊല്ലെങ്കിലും എനിക്ക് കംപ്ലീറ്റ് വായിക്കണമെന്നുണ്ട്. അതിന് വേണ്ടി സെലക്ട് ചെയ്തതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും മലയാളം എടുത്താൽ പോരെ, എന്തിനാണ് ആദ്യമായിട്ട് വായിക്കുമ്പോൾ മാതിരി ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിക്കുന്നതൊക്കെ ചോദിച്ച് ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു ബുക്ക് സെലക്ട് ചെയ്തപ്പോൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, നീ എന്തിനാ ഈ ഇംഗ്ലീഷ് ബുക്ക് എടുക്കണേ, നിനക്ക് മലയാളം ബുക്ക് എടുത്ത് വായിച്ചാൽ പോരെ, എന്തിനാ ഇത്രയും കട്ടിയുള്ള ബുക്ക് എടുക്കണേ. എൻ്റെ കോൺസെപ്റ്റിൽ കുഞ്ഞി ബുക്ക് എന്നുള്ളതല്ല, എനിക്ക് കണ്ടന്റ് ഉണ്ടായാൽ മതി. എനിക്ക് കട്ടിയിലല്ല കാര്യം. എനിക്ക് കണ്ടന്റ്, എനിക്ക് ചിലതൊക്കെ പകുതി വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് മടി വരും. കുഞ്ഞി ബുക്ക് തന്നെ ഞാൻ ഏതൊക്കെയോ കുഞ്ഞു ബുക്കുകൾ വായിച്ചു, ആകെ ഇത്ര സൈസുള്ള ബുക്കുകൾ എടുത്തിട്ടുണ്ട്. അതുവരെ ഞാൻ പകുതി വായിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിലത്തെ കണ്ടന്റാണ് എനിക്ക് കാര്യം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ മലയാളത്തെ പുച്ഛമായതുകൊണ്ടൊന്നല്ല. കാരണം എനിക്ക് ഇംഗ്ലീഷിനേക്കാളും കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷെ എന്നിരുന്നാലും മലയാളത്തെക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു വായിക്കുമ്പം ചില ഈ ഇതിൽ തന്നെ ബുക്കിൽ ചില ടേംസ്, ചില ഇഡിയംസ് ഒക്കെ ഇതിലുണ്ടാവുമല്ലോ. ചിലതിനൊന്നും മീനിങ് അറിയണ്ടാവില്ല, പക്ഷെ എന്നാലും വായിക്കുമ്പം തന്നെ നമുക്കൊരു വാ ആ ഒരു സംഭവമല്ലേ, അത് ഫീൽ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇംഗ്ലീഷ് ബുക്സ് മലയാളത്തിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ബുക്ക് ചെയ്യുന്നത്. എനിക്കത് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം എന്നുള്ള അഹങ്കാരം കൊണ്ടൊന്നല്ല. ഇംഗ്ലീഷ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ചില വേർഡ്സ് അറിയാത്തപ്പോൾ ചിലതിൻ്റെയൊക്കെ ഞാൻ ഡിക്ഷണറി നോക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു സാധനം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ സംഭവം,
മനസ്സിലാവും. അപ്പം ഈ മലയാളത്തിൻ്റെ ആണെങ്കിൽ മലയാളത്തിൽ കടുകട്ടി വേർഡ്സുകൾ ഉണ്ടാവും. ആത്മാവിൻ്റെ ആഴങ്ങളിൽ സംഭവം വളരെ സിമ്പിളായിട്ട്, ഞാൻ ഒരിക്കലും പുച്ഛിക്കല്ല. മലയാളം വായിക്കുന്ന ആൾക്കാരുണ്ട്, മലയാളം വായിക്കുന്ന ആൾക്കാർ മലയാളം വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷ് വായിക്കുക. ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നതാണ്. എനിക്ക് മലയാളത്തിനേക്കാളും കംഫർട്ട് ഇംഗ്ലീഷാണ്. അത് ഒരിക്കലും മീനിങ് കൊണ്ടോ ഒന്നുകൊണ്ടല്ല. എനിക്ക് എന്നാലും വായിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം മേ ബി. കാരണം മലയാളം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് എനിക്ക് ഒരാൾ ഇങ്ങോട്ട് സംസാരിച്ചാലും മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പം കേരളത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ ആകെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് എൻ്റെ ടീച്ചിങ്, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുള്ളൂ. അതും കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഇംഗ്ലീഷിൽ മാക്സിമം ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. പക്ഷേ കംപ്ലീറ്റ് അല്ല. ഓക്കെ, അതും അണ്ടർലൈൻ ദാറ്റ്, കംപ്ലീറ്റ് അല്ല. കംപ്ലീറ്റ് ആയിട്ട് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് എന്നൊന്നല്ല പറയുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിലത്തെ ഉള്ളിലത്തെ കണ്ടന്റ് ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ ബുക്കുകൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത്. സോ ഇത്തവണെങ്കിലും വായിച്ചാൽ മതിയായിരുന്നു. ഇത് എങ്ങനത്തെ ബുക്കാണെന്ന് അറിയില്ല. ചേച്ചി പറഞ്ഞത് യു മസ്റ്റ് റീഡ് ദിസ് ഇൻ യുവർ ഏജ്. നിൻ്റെ വയസ്സിൽ ഇപ്പം ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കണം എന്നുള്ളത് അടിപൊളിയാണ് പോലെ. എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. എന്തായാലും എനിക്ക് എൻ്റെ ഇതിലെ ഫോണ്ടുകളൊക്കെ കണ്ടോ, കുഞ്ഞു ഫോണ്ടുകളാണ്, കുഞ്ഞു സൈസാണ് ഫോണ്ടിനൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പിന്മാറില്ല, നമ്മൾ വായിക്കും. ഒരു ദിവസം ഒരു പേജാണെങ്കിൽ നമ്മൾ വായിക്കും. ഓക്കെ, അതാണ് എൻ്റെ 2026 ഒരു തീരുമാനം എന്ന് പറയുന്നത്. സോ യു ഗൈസ് മസ്റ്റ് ടേക്ക് എനി ഡിസിഷൻ ഇൻ 2026. എന്തെങ്കിലും ഒരു ഡിസിഷൻ, നന്നാവാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം. എനിക്ക് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ റൂം ഇപ്പം തന്നെ നോക്കുന്ന സമയത്ത് ഫുള്ള് വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ എന്നാൽ എൻ്റെ ബുക്കൊക്കെ നന്നാക്കി അടുക്കി എല്ലാ ദിവസവും റൂം ക്ലീൻ ചെയ്യണം. പക്ഷേ ഞാൻ കിടക്കുന്ന ഏരിയ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഞാനിപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ചില സമയങ്ങളിൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട് ഫുള്ള് നാറി കിടക്കുക ചെയ്യുക. അപ്പം ആ സ്വഭാവങ്ങളൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് എത്രത്തോളം മാറുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജസ്റ്റ് ട്രൈ. പക്ഷേ ഇപ്പോൾ കുറേ പക്ഷി ഉപയോഗിച്ചില്ലേ. ഓക്കെ, എനിവേ എന്തായാലും ഈ ഒരു തീരുമാനം ഇതെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ ഒരുമിച്ച് തുടങ്ങുകയെന്ന് വെച്ചാൽ നടക്കൂല. കാരണം തുടങ്ങാത്ത ഒരാളായതുകൊണ്ട് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും നടക്കൂല. മെല്ലെ നമുക്ക് ചെയ്യാം. 2026 മെല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യാം. സോ ഫസ്റ്റ് ഈസ് ദിസ്. ഇത് ഞാൻ ചെയ്യാണ്, ബുക്ക് വായിക്കാൻ പോവാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം എൻ്റെ കുഞ്ഞു ഷോർട്സിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റീൽസിലും ഉണ്ടാവും. സോ ജസ്റ്റ് ചെക്ക്. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി.